വളരെയേറെ ജനശ്രദ്ധ ആകർഷിക്കാൻ പറ്റിയ ഒരു സംഭവം ഉണ്ടായി. മാത്രമല്ല വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു സംഭവമാണ്. സാധാരണ ഉണ്ടാകുന്ന ഒരു കാര്യമല്ല. കാരണം ഈ പൊട്ടന്മാരെ പോലീസായിട്ട് റിക്രൂട്ട് ചെയ്യുകയാണോ അതോ പോലീസ് ചേർന്നിട്ട് പൊട്ടന്മാരാകുകയാണോ എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അറിഞ്ഞുകൂടാം. ഞാറക്കൽ സർക്കിൾ ഇൻസ്പെക്ടറുടെ ഒരു നടപടി, അവിടെ 2 പേരെ ഫോറിനേഴ്സ് ആക്ടിൻ്റെ വയലേഷൻ വെച്ചുകൊണ്ട് ഉണ്ടെന്ന് ആരോപിച്ച് 2 പേരെ പിടിക്കുന്നു. ഉത്തരേന്ത്യക്കാരാണ്, അവർ ബംഗാളികളാണ്. ബംഗ്ലാദേശാണെന്ന് അറിയില്ല, ബംഗാളികളെന്നേ പറഞ്ഞിട്ടുള്ളൂ. റിപ്പോർട്ടിൽ അതാ കാണുന്നത്. അപ്പോൾ അവർക്ക് ഫോറിനേഴ്സ് ആക്ട് അനുസരിച്ച് അവരെങ്ങനെ പിടിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ചിലപ്പം ബംഗ്ലാദേശിൽ ഇൻഫിൽട്രേറ്റ് ചെയ്ത് ബംഗാളിൽ വന്നവർ അവിടെ നിന്നൊക്കെ സംഭവിച്ചു വരുന്നവരുമുണ്ട്. ചിലപ്പോൾ അങ്ങനെയാണുള്ളതായിരിക്കാം. ഏതോ ഒരു ഹോം സ്റ്റേ ചെയ്യുന്നവരെ പിടിച്ച് ഫോറിനേഴ്സ് ആക്ട് അനുസരിച്ച് ഉള്ള നടപടികൾ അവരുടെ പേർക്കെടുക്കുന്നു. എടുത്തു കഴിഞ്ഞപ്പോൾ അതിൻ്റെ വയലേഷൻ വെച്ചോണ്ട് എടുക്കുകയാണ്. എടുത്തു കഴിഞ്ഞപ്പോൾ അവർക്ക് വേണ്ടി ഒരു അഭിഭാഷകൻ ഹാജരായി. അതിനു വേണ്ടി ഉള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇവരെ പിടിച്ചുകൊണ്ട് പോയിട്ട് എന്ത് ചെയ്യുന്നറിയോ, ഇവർ ശരിക്കും ശാരീരികമായിട്ടുള്ള ഉപദ്രവം അവരെ ഉപദ്രവിച്ചു എന്ന് അവരെ ആരോപിക്കുന്നു. നടന്നു എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ, മെഡിക്കൽ റിപ്പോർട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ എന്തായാലും അവർ അതിന് പരാതിപ്പെട്ടു. അതായത് അവരെ പിടിച്ചുകൊണ്ട് പോയി അവരെ ഒരുപാട് ഉപദ്രവിച്ചു എന്നുള്ള ശാരീരിക ഉപദ്രവം അവർക്കുണ്ടായി എന്നുള്ള പരാതി ഇവർക്ക് എതിരെ ഈ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്കെതിരെ കൊടുത്തു. പോലീസിനെതിരെ പരാതി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് ഭയങ്കര പ്രശ്നമല്ലേ. അപ്പോൾ അതിന് ആ പരാതി തയ്യാറാക്കി കൊടുത്തതൊക്കെ ഈ അഭിഭാഷകനാണ്, ഇവരുടെ അഭിഭാഷകൻ. അത് അഭിഭാഷകൻ്റെ ജോലിയാണ്. ഉടനടി ഒരു ബോധോദയം, പെട്ടെന്നൊരു ഭൂതോദയം വന്നു ഈ സർക്കിൾ ഇൻസ്പെക്ടർക്ക്. അതായത് എളുപ്പ മാർഗമുണ്ടല്ലോ, ഇവരെന്തൊക്കെയായ അടുത്ത് പറഞ്ഞേക്കുന്നത്, വക്കീലിനടുത്ത് പറഞ്ഞേക്കുന്നത് എന്നുള്ളതൊന്നും അറിയണമല്ലോ. അതിനുവേണ്ടി ഒരു നോട്ടീസ് കൊടുത്തു, സമൻസ് എന്ന് വെച്ചാൽ അവിടെ ഹാജരാകണം, പോലീസിൽ ഹാജരായി, അതായത് മൊഴിയെടുക്കാനായിട്ട് ചെല്ലണം. അപ്പോൾ നോക്കിയ അഭിഭാഷകൻ്റെ കാര്യം എന്താ, നിങ്ങൾ ഇന്നാരുടെ അഭിഭാഷകൻ, അതാണ് കാര്യം. കളിച്ചില്ല. അയാൾ നിയമപരമായിട്ടുള്ള നടപടി തന്നെ സ്വീകരിച്ചു. ഹൈക്കോടതി കൊണ്ടുവന്നിട്ട് ഇതിനെക്കുറിച്ച് പരാതി കൊടുത്തു. ഇതുപോലെ പ്രൊസീഡിങ്സ് ഫയൽ ചെയ്തു. ഇതുപോലെ ഞാൻ അഭിഭാഷകനായിരിക്കുന്നത് കൊണ്ട് എൻ്റെ ഒരു ബാധ്യതയാണ്, എൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൻ്റെ ഭാഗമാണ് ഇവർക്ക് വേണ്ടി ഹാജരാവേണ്ടത്. അവർക്ക് വേണ്ടി ഹാജരാവുന്നത് കൊണ്ട് എന്നെ ഒരു കുറ്റവാളി എന്നുള്ള നിലയ്ക്ക് വിളിച്ച് ചോദ്യം ചെയ്യാനോ എന്നെ വിളിപ്പിക്കാനോ ഉള്ള അവകാശം അധികാരവും ഈ സർക്കിൾ ഇൻസ്പെക്ടർക്കില്ല എന്നുള്ള പരാതി കൊടുത്തു. ഹൈക്കോടതി അത് ഫയൽ സ്വീകരിച്ചു. ഈ സർക്കിൾ ഇൻസ്പെക്ടർക്ക് നോട്ടീസ് കൊടുത്തു കഴിഞ്ഞപ്പോൾ വന്നു കഴിഞ്ഞിട്ട് പറഞ്ഞില്ല ഹാജരാവണ്ട. അപ്പം മനസ്സിലായി ഹാജരാവണ്ട. അപ്പോൾ യഥാർത്ഥത്തിൽ അത്രത്തോളം വിവരക്കേട് കാണിക്കുന്ന ഈ പോലീസുകാരിന്ന് സർവീസിലുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഒരു അഭിഭാഷകൻ ഹാജരാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിഭാഷകൻ്റെ അഡ്വക്കേറ്റ്സ് ആക്ട് അനുസരിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഒരു കക്ഷിക്ക് വേണ്ടി ഹാജരാകുന്നത് കോടതിയിൽ, അല്ലെങ്കിൽ കക്ഷിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കുന്നത്. പിന്നെ ഒരു കക്ഷിയും അഭിഭാഷകനും തമ്മിലുള്ള അതായത് അവർ തമ്മിലുള്ള കോൺവെർസേഷൻ അല്ലെങ്കിൽ എന്താണെന്ന് പറഞ്ഞാൽ അവർ തമ്മിലുള്ള ഇൻറ്ററാക്ഷൻ എന്ന് പറയുന്നത് പ്രിവിലേജ്ഡ് കമ്മ്യൂണിക്കേഷനാണ്. അതായത് നമ്മുടെ ഇപ്പോഴത്തെ BNS അനുസരിച്ച് 132 സെക്ഷൻ 132 അനുസരിച്ച് ഒരു അഭിഭാഷകന് എന്തൊക്കെ അയാളോട് അയാളുടെ കക്ഷി പറഞ്ഞു എന്നുള്ളത് അയാൾ ഒരിക്കലും പുറത്തു പറയാൻ പാടില്ല, ഈ കക്ഷിയുടെ അനുവാദമില്ലാതെ. അപ്പോൾ കക്ഷി അനുവാദം കൊടുക്കുകയാണ്, ഇൻ റൈറ്റിംഗ് അനുവാദം കൊടുക്കുന്നു, ഇത് പറയാം എന്ന് പറഞ്ഞാൽ കൊടുക്കാം. ഇല്ലെങ്കിലുണ്ടല്ലോ ഒരു കാരണവശാലും അയാൾ ഇത് പുറത്ത് പറയാൻ പാടില്ല എന്നുള്ള ഒരു ബാധ്യത അഭിഭാഷകനുണ്ട്. ഇനി അങ്ങനെയുള്ള ബാധ്യത അഭിഭാഷകൻ ഉള്ളപ്പോഴാണ് ഇയാൾക്ക് സർക്കിൾ ഇൻസ്പെക്ടറെ ആയിട്ട് അങ്ങോട്ട് വിളിക്കുന്നത്. എന്താ വെച്ചാൽ അവിടെ ചെന്ന് ഇതിനെക്കുറിച്ചുള്ള ചോദിച്ചറിയാൻ ഇവർ തമ്മിൽ എന്താ പറഞ്ഞ്. അങ്ങനെയാണെങ്കിൽ എളുപ്പമല്ലേ കേസ് അന്വേഷിക്കാൻ. ഇപ്പോൾ അതായത് അതിനൊരു എക്സംഷൻ ഉണ്ട് കേട്ടോ, ഒരു പ്രൊവൈസോ ഉണ്ട് അതിന്. ഉദാഹരണമായിട്ട് ഒരു ക്രിമിനൽ കുറ്റം ഇതുമൂലം ഇയാളെ അറിയിക്കുക നേരിട്ട്. ഒരു ക്രിമിനൽ കുറ്റം, അതായത് അയാൾ കുറ്റം ചെയ്തു പോയ കാര്യമല്ല, ഞാൻ ഇന്നതുപോലെ ഒന്ന് ചെയ്യാൻ പോവുകയാണ്, ഇന്നതുപോലെ ഞാൻ വിഷമൊക്കെ വാങ്ങിച്ചു വെച്ചുകൊണ്ട് ഇന്നാർക്ക് എനിക്ക് വിഷം കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഈ പ്രിവിലേജ് ഇല്ല. നേരെ മറിച്ച് എൻ്റെ കൈ മൂലം ഒരാൾ കൊല്ലപ്പെട്ടു എന്ന് വന്ന് പറഞ്ഞാൽ ഉണ്ടായിപ്പോയ ഒരു സംഭവമാണ്. ആ പ്രതിക്ക് ഒരു അഭിഭാഷകന്റെ സേവനം ആവശ്യമുണ്ട്. അതിനകത്ത് എൻ്റെ കാരണങ്ങളോ കാര്യങ്ങളോ ഒക്കെ പറയുന്നതെന്നൊക്കെ പറയുന്ന അവർ തമ്മിലുള്ള പ്രിവിലേജ്ഡ് കമ്മ്യൂണിക്കേഷനാണ്.
അത് പുറത്ത് പറയാൻ ഇയാൾക്ക് അധികാരമില്ല, അവകാശവും ഇല്ല ഈ അഭിഭാഷകന്. അങ്ങനെയുള്ള ഒരാളെ വിളിച്ച് ചോദ്യം ചെയ്യാനും പാടില്ല പോലീസിന്. പിന്നെ മാത്രമല്ല, അഭിഭാഷകൻ എന്ന് പറയുന്ന ആള് ഹീസ് ആൻ ഓഫീസർ ഓഫ് ദ കോർട്ട്, അതായത് കോടതിയുടെ ഒരു ഉദ്യോഗസ്ഥരാണ് അഭിഭാഷകൻ. ആ അഭിഭാഷകന് അതുപോലുള്ള ഒരു സ്ഥാനം കൊടുത്തിട്ടുണ്ട് നമ്മുടെ നിയമം, അതുപോലെ നീതിന്യായ വ്യവസ്ഥയും അങ്ങനെ ഒരു സ്ഥാനം കൊടുത്തിട്ടുണ്ട്. അവരെ ഈ പോലീസ് സ്റ്റേഷനിലൊക്കെ വിളിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധ വിവരക്കേടാണ്. അപ്പൊ ഇത് നമ്മൾ ഇത് തിരിച്ചറിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെയുള്ള ആളുകൾ പോലീസിലുണ്ടെന്നല്ലോ എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. ഏതായാലും കോടതിയിൽ ഇത് വന്ന് പറഞ്ഞു. കോടതി തന്നെ അതിനെ വളരെ ശക്തമായിട്ട് അതിനെക്കുറിച്ച് പ്രതികരിച്ചു, ഇയാളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. എൻ്റെ അഭിപ്രായത്തിൽ ഇത്രയും ബോധക്കേട് കാണിക്കുന്ന ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല. ഈ രീതിയിൽ പോലീസ്, ഇങ്ങനെ ഒരു പോലീസുകാരനെ ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. എൻ്റെ സർവീസിലെ കാലത്തൊന്നും ഇങ്ങനെ സംഭവിച്ചിട്ടില്ല. ഇപ്പം പുതിയ പുതിയ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഏതാണ്ടങ്ങ് ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ എളുപ്പമുണ്ട്. അപ്പോൾ അവരെ കുരുക്കാനായിട്ട് ഉള്ള വിവരങ്ങൾ ഈ അഭിഭാഷകൻ്റെ ഇത് കിട്ടും. അത് ചോദിക്കാൻ പോയാൽ വലിയ ഒഫൻസാണ്. മാത്രമല്ല, അഭിഭാഷകനത് പറഞ്ഞാൽ അഭിഭാഷകൻ ചെയ്യുന്നത് ഒഫൻസാണ്, കുറ്റകൃത്യമാണ്. ഒരിക്കലും ചെയ്യാൻ പാടുള്ള കാര്യമല്ല. അത് പ്രൊഫഷണൽ മിസ്കോണ്ടക്റ്റ് ആയിട്ട് മാറും. അഭിഭാഷകന്റെ സ്ഥാനത്ത് അഭിഭാഷകൻ ഇത് പറഞ്ഞാൽ, അഭിഭാഷകന്റെ ഭാഗത്ത് അത് പ്രൊഫഷണൽ മിസ്കോണ്ടക്റ്റ് ആയിട്ട് മാറും. അതായത് ഔദ്യോഗികമായിട്ടുള്ള ആ ജോലിയിലുള്ള പെരുമാറ്റ ദൂഷ്യമായിട്ട് അത് മാറുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ അയാൾക്ക് സ്വമേധയാ പറയാൻ പറ്റാത്ത കാര്യമാണ് അയാളെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട് നോട്ടീസ് കൊടുത്ത് വിളിപ്പിക്കാൻ പോകുന്നത്. അതാണ് ഞാൻ പറഞ്ഞ ബോധക്കേടാണ്. ഒരിക്കലും ചെയ്യാൻ പാടുള്ള കാര്യമല്ല, അത് ചെയ്യരുത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യരുത്. ഇത് മനസ്സിലാക്കണം. സമൂഹത്തിൽ എങ്ങനെയൊക്കെ ആയിരിക്കണം, കുറ്റകൃത്യങ്ങൾ തെളിയിക്കാനും അതിനെക്കുറിച്ച് അന്വേഷിക്കാനും ഒക്കെ പോലീസിന് അവരുടെ ബാധ്യതയാണത്. അതിന് അഭിഭാഷകന്റെ സേവനമല്ല വേണ്ടത്, അഭിഭാഷകന്റെ സഹായവുമല്ല. അഭിഭാഷകൻ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പാർട്ടിസിപ്പിസ് ക്രിമിനൽസ് ആയിട്ട് മാറുന്നില്ല. ഇപ്പൊ ഇയാൾ പോയിട്ട് തുറന്ന് കുറ്റം അയാളെടുത്ത് പറഞ്ഞു, ഇന്നതുപോലൊക്കെ ഞാൻ ചെയ്തു പോയി, എനിക്ക് പറ്റിയതാണ്. അയാളെ എങ്ങനെ ഡിഫെൻഡ് ചെയ്യണം എന്നുള്ളതാണ് അഭിഭാഷകൻ തീരുമാനിക്കേണ്ടത്. അപ്പൊ അതിന് പകരം ഇയാൾ ഇന്നതൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്ന് പോയി പറയാനുള്ള ഒരു അധികാരവും അവകാശവും അഭിഭാഷകനില്ല. അങ്ങനെയുള്ളപ്പോൾ പോലീസിന് ഇയാളെ വിളിക്കാനും പറ്റത്തില്ല. പോലീസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അത് പോലീസിന്റെ ബാധ്യതയാണ്, ഡ്യൂട്ടിയാണ്. ഇത് അന്വേഷിച്ച ഒരു കുറ്റകൃത്യം തെളിയിച്ചെടുക്കേണ്ടത്. അത് ഈ രീതിയിലുള്ള കുറുവഴിയല്ല പ്രയോഗിക്കേണ്ടത്. ജോലി ചെയ്യണം, പണി ചെയ്യണം, എന്നിട്ട് അതിൽ നിന്ന് മനസ്സിലാക്കിയെടുത്ത് ആ കുറ്റകൃത്യം തെളിയിക്കണം. അതാണ് പോലീസിന്റെ ബാധ്യത. അതിന് പകരം ഇതുപോലെ അഭിഭാഷകരുടെ മേളിൽ വിക്കിട്ട് കയറാൻ പോകുന്ന പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. അത് ചെയ്യാൻ പാടില്ല. അഭിഭാഷകരെ പോലീസ് സ്റ്റേഷനിൽ ഒന്നും വിളിപ്പിക്കാനും പാടില്ല. അങ്ങനെ ഒരിക്കലും ചെയ്യുകയും ചെയ്യരുത്. അത് കോടതികൾ ഇടപെടും. ഏതായാലും ഇത് കേരള ഹൈക്കോടതി ഇതിൽ ശക്തമായ നടപടി സ്വീകരിച്ച് ആ ഉദ്യോഗസ്ഥരെ വാൺ ചെയ്തതിന് എൻ്റെ അഭിനന്ദനങ്ങൾ. വളരെ നന്നായിരിക്കുന്നു. ഇങ്ങനെ തന്നെ വേണം. കാരണം അഭിഭാഷകർ എന്ന് പറയുന്നവർ അവർ ഒരുപാട് ബുദ്ധിമുട്ട് പല കാര്യങ്ങളിലും നേരിടുന്നവരാണ്, പല സാഹചര്യങ്ങളിലും. അപ്പം അവരുടെ ഇങ്ങനെയുള്ള കാര്യത്തിൽ അവരുടെ രക്ഷയ്ക്ക് കോടതികളേ ഉള്ളൂ. ആ ഒരു ധാരണ കോടതികൾക്ക് വേണം.